ഹലോ മൈ ഡിയർ വ്യൂവേഴ്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. നമ്മുടെ ചാനലിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. നമ്മുടെ ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യാനായിട്ട് ഇൻട്രസ്റ്റ് ഉള്ള ആൾക്കാർ ആരെങ്കിലും ഉണ്ടെങ്കിൽ ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യേണ്ട ലിങ്ക് നമ്മുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഞാൻ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ആദ്യം തന്നെ ഒരു കാര്യം പറഞ്ഞാണ് കേട്ടോ, കാരണം കുറേ ആൾക്കാർ ചോദിക്കാറുണ്ട്, പേഴ്സണലി മെസ്സേജ് അയച്ചിട്ട് ചോദിക്കാറുണ്ട്, ലിങ്ക് അയച്ചു തരുമോ, എങ്ങനെയാണ് ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യുന്നതെന്നൊക്കെ. അപ്പോൾ ആദ്യമേ തന്നെ ആ ഒരു കാര്യം പറയുവാണെങ്കിൽ പിന്നെ കൺഫ്യൂഷൻസ് വരില്ല എന്ന് ഓർത്തിട്ടാണ് കേട്ടോ അത് പറഞ്ഞത്. കൂടാതെ നിങ്ങൾക്ക് ക്യാഷ് ഓൺ ഡെലിവറി വേണമെന്ന് പറയുന്ന ആൾക്കാരുണ്ട്. നമുക്ക് ക്യാഷ് ഓൺ ഡെലിവറി അവൈലബിൾ അല്ല. സോ ഓൺലൈനായിട്ട് ഫസ്റ്റ് പേയ്മെൻറ്റ് അടച്ചതിന് ശേഷം മാത്രമേ നമുക്ക് കൊറിയർ അയക്കാനായിട്ട് സാധിക്കുകയുള്ളൂ. പിന്നെ ഹോൾഡ് ചെയ്ത് വെക്കുമോ എന്ന് ചോദിക്കുന്ന കസ്റ്റമറിനോട് പറയാണ്, മിനിമം ഒരു 7 ഡേയ്സ് നമുക്ക് ഹോൾഡ് ചെയ്യാം. 7 ഡേയ്സിന് മുകളിലോട്ട് നമുക്ക് ഹോൾഡ് ചെയ്യാനായിട്ട് ഓപ്ഷൻ ഇല്ല. പിന്നെ ഒന്നും തന്നെ നമുക്ക് അഡ്വാൻസ് പേയ്മെൻറ്റോ അങ്ങനെ ഒരു കാര്യങ്ങളോ തന്ന് നമുക്ക് ഹോൾഡ് ചെയ്യാനായിട്ട് ഓപ്ഷൻ ഇല്ല. നമ്മളൊരു 7 ഡേയ്സ്, മാക്സിമം ഒരു 7 ഡേയ്സ് ഹോൾഡ് ചെയ്യും. അതല്ലാന്നുണ്ടെങ്കിൽ ഹോൾഡ് ചെയ്യാനായിട്ട് ഓപ്ഷൻ ഇല്ല കേട്ടോ. അപ്പോൾ ഇതാണ് ജനറലായിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ. നിങ്ങൾക്ക് അറിയാൻ പാടില്ലാത്ത കുറച്ച് കാര്യങ്ങൾ ഞാൻ പറഞ്ഞു എന്നേ ഉള്ളൂ. പഴയ കസ്റ്റമേഴ്സിന് എന്തായാലും ഈ കാര്യങ്ങളൊക്കെ അറിയാവുന്നതാണ്. പുതിയതായിട്ട് വരുന്ന സബ്സ്ക്രൈബേഴ്സിനും അതുപോലെ തന്നെ നമ്മുടെ കസ്റ്റമേഴ്സിനും വേണ്ടിയിട്ടാണ് ഈ ഒരു വീഡിയോ ഇത് പറഞ്ഞിട്ടുള്ളത്. പിന്നെ എത്ര ടൈമാണ് നിങ്ങൾക്ക് ഡെലിവേർഡ് ആവാനായിട്ട്, എത്ര ടൈമുണ്ട്, അതായത് ഒരു 10 ദിവസത്തിനുള്ളിലായിരിക്കും നിങ്ങൾക്ക് കൊറിയർ റിസീവ് ചെയ്യാനായിട്ട് സാധിക്കുന്നത്. കാരണം നമ്മുടെ ചുരിദാർ മെറ്റീരിയൽ എല്ലാം തന്നെ കേരളത്തിൻ്റെ പുറത്തു നിന്നാണ് അയക്കുന്നത്. സോ നമുക്ക് ഒരു 10 ദിവസം അല്ലെങ്കിൽ ഒരു 8 ദിവസമായിരിക്കും നമ്മൾ മാക്സിമം എല്ലാവരോടും പറയുന്നത് ഡിസ്പാച്ചിങ് ഡെലിവറി ഡേറ്റ്. ഡിസ്പാച്ചിങ് അല്ല, സെയിം ഡേ അല്ലെങ്കിൽ നെക്സ്റ്റ് ഡേ നമ്മൾ ഡിസ്പാച്ച് ചെയ്യും. പാർട്ടി വെയർ ആയിട്ടുള്ള കളക്ഷൻസൊക്കെ പ്രീ ബുക്കിംഗ് പോകുന്നത് ഒഴിച്ച് ബാക്കി എല്ലാ കളക്ഷൻസും നമ്മൾ ആ ഒരു ഡേയിൽ തന്നെ ഡിസ്പാച്ച് ചെയ്യും. എന്തെങ്കിലും എമർജൻസി കാര്യങ്ങളുണ്ടെന്നുണ്ടെങ്കിൽ ഓർഡർ ചെയ്യുന്നതിന് മുന്നേ തന്നെ പറയാം. നമുക്ക് എമർജൻസി ട്രാക്ക്, അതായത് DTDC എയർ വിയ നമ്മൾ സെൻഡ് ചെയ്യാറുണ്ട്. കുറച്ച് എക്സ്പെൻസീവ് ആണ്. നിങ്ങൾക്ക് താല്പര്യമുള്ളവരാണെന്നുണ്ടെങ്കിൽ ആ ഒരു എക്സ്പെൻസ് നിങ്ങൾ വഹിക്കും എന്നുണ്ടെങ്കിൽ നമ്മൾ ആ ഒരു കൊറിയറിൽ അയക്കുന്നതായിരിക്കും കേട്ടോ. കുറച്ച് ജനറൽ ആയിട്ടുള്ള കാര്യങ്ങളാണ് ഈ പറഞ്ഞത്. പിന്നെ നെക്സ്റ്റ് പറയാൻ പോകുന്ന ഒരു കാര്യം, ഇതിലേതെങ്കിലും നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ അന്ന് സ്ക്രീൻഷോട്ട് എടുത്തിട്ട് വാട്സപ്പിൽ മെസ്സേജ് അയക്കാം കേട്ടോ. അതല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് വേറെ എന്തെങ്കിലുമൊക്കെ ഓപ്ഷൻ ചെയ്യാം കേട്ടോ. പിന്നെ ഒരു കാര്യം പറയാൻ വന്നത് വിട്ടുപോയത്, റീസെല്ലിങ് ചെയ്യാനായിട്ട് താല്പര്യമുള്ളവർ, അതായത് ഇപ്പോൾ ഒരുപാട് ചേച്ചിമാർക്ക് ജോലിയൊന്നും ഇല്ലാതെ വീട്ടിലിരിക്കുന്ന ആൾക്കാരുണ്ട്. ഹൗസ് വൈഫായിട്ട് വീട്ടിൽ പുറത്ത് പോയി ജോലി എടുക്കാൻ പറ്റാതെ ഇരിക്കുന്ന ആൾക്കാർക്കൊക്കെ പറ്റിയൊരു പരിപാടിയാണ് ഈ റീസെല്ലിംഗ് എന്ന് പറയുന്നത്. അതെന്താണെന്ന് നമ്മൾ കഴിഞ്ഞ ഒരിടയ്ക്ക് റീസെല്ലിങ്ങിനെ കുറിച്ച് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പം ആ ഒരു വീഡിയോ ഒക്കെ സമയം ഔട്ടായെന്ന് തോന്നുന്നു. ഒരുപാട് നാളുകൾക്ക് മുന്നെയാണ് ആ ഒരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഈ ഒരു വീഡിയോയിൽ ഞാൻ ആ റീസെല്ലിങ്ങിനെ കുറിച്ച് പറയാം എന്ന് വിചാരിക്കുന്നു. അപ്പം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പോൾ നമുക്കൊരു പ്രോഡക്റ്റ് 1000 രൂപയ്ക്ക് ആണ് നമ്മുടെ ഗ്രൂപ്പിലിടുന്നതെങ്കിലും വിചാരിക്കാം നിങ്ങൾ, ആ ഒരു ഗ്രൂപ്പിൽ നിന്ന് 1000 രൂപ ഷിപ്പിംഗ് ചാർജ് നമ്മൾ 70 രൂപയാണ് വാങ്ങുന്നത്. അപ്പോൾ ടോട്ടൽ അതിന് 1070 രൂപയാകും. അപ്പം നിങ്ങൾ റീസെല്ലിങ് ചെയ്യുന്ന ആൾക്കാരാണെന്നുണ്ടെങ്കിൽ നമ്മൾക്ക് ഒരു മെറ്റീരിയൽ നിങ്ങൾ ചൂസ് ചെയ്തിട്ടുണ്ടെങ്കിൽ, അതായത് ഒരു മെറ്റീരിയൽ നിങ്ങൾ ഓർഡർ തന്നിട്ടുണ്ടെങ്കിൽ ആ ഒരു പെർ പീസിന് നിങ്ങൾക്ക് 50 രൂപ വെച്ച് ഇൻകം കിട്ടും. നമ്മുടെ സൈഡിൽ നിന്ന് നമ്മൾ 50 രൂപ നിങ്ങൾക്ക് ഇൻകം തരുന്നതായിരിക്കും. അപ്പോൾ നിങ്ങൾക്ക് ചിലപ്പം വേണമെങ്കിൽ റീസെല്ലിങ് ചെയ്യുന്ന വഴി ആ ഒരു മെറ്റീരിയലിൻ്റെ എമൗണ്ട് ചിലപ്പോൾ കൂട്ടിയിട്ട് കഴിഞ്ഞാൽ നിങ്ങൾക്കത് ഏറെ ബെനിഫിറ്റ്സ് ആണ്. അപ്പോൾ ഡെയിലി ഒരു 10 മെറ്റീരിയൽ വിറ്റ് കഴിഞ്ഞാൽ നിങ്ങൾക്ക് എത്ര രൂപയായി? നമ്മുടെ ഭാഗത്തുനിന്ന് തന്നെ എത്രയായി? 500 രൂപയായി 50 രൂപ വെച്ചിട്ട്. അപ്പോൾ അങ്ങനെ എല്ലാവരും മുന്നോട്ട് വരാനാണ് ഞാൻ പറയുന്നത്. അങ്ങനെ താല്പര്യമുള്ളവർ മുന്നോട്ട് വരാൻ നിങ്ങൾക്കൊരു ബെനിഫിറ്റ് ആയിരിക്കും. കാരണം വീട്ടിലിരിക്കുന്ന ഒരാളെ സംബന്ധിച്ചിടത്തോളം 50 രൂപ പോലും എടുക്കാനില്ലാത്ത ഒരാളെ സംബന്ധിച്ചിടത്തോളം 50 രൂപ കിട്ടുന്നത് വളരെ വലിയൊരു കാര്യമാണല്ലേ. ഇപ്പോൾ ബാക്കി കാര്യങ്ങളൊക്കെ നമുക്ക് ഡീറ്റെയിൽഡായിട്ട് സംസാരിക്കാം. വാട്സപ്പിൽ ഒരു മെസ്സേജ് ഇട്ടാൽ മതി കേട്ടോ. ഓക്കെ, താങ്ക് യു ഫോർ വാച്ചിങ് വീഡിയോ. നാളെ കാണാൻ. ബൈ ബൈ.